അല്ല സാറേ. സുരേന്ദ്ര, RC ഓണർ തന്നെ വണ്ടി ഓട്ടിക്കണമെന്ന്, അതൊന്നും നടക്കണ കാര്യമൊന്നും. അവർ ക്ലിയർ ചെയ്യണം. അവർക്ക് എന്താണ് എൻ്റെ ഡ്യൂട്ടി? 24 മണിക്കൂർ അല്ലെങ്കിൽ ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടാ. അല്ല, എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യവും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് MBD പുതിയ ഒരു നയവുമായി രംഗത്തിറങ്ങിയത്. RC ഓണേഴ്സ് തന്നെ അവരുടെ വാഹനങ്ങൾ ഓടിക്കുക, മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കുക. ഈ ഒരു പ്രസ്താവനയെക്കുറിച്ച് ഡ്രൈവേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചറിയാം. സുരേന്ദ്ര, RC ഓണർ തന്നെ വണ്ടി ഓട്ടിക്കണമെന്ന്, അതൊന്നും നടക്കണ കാര്യമൊന്നും. RC ഓണർക്ക് ചിലപ്പോൾ എഴുതിരിക്കാനേ അവധി കാണും. RC ഓണർ എങ്ങനെ വണ്ടി ഓട്ടിക്കും? ഓടിക്കുന്ന ആൾ തന്നെ വണ്ടി എടുക്കണമെന്നായിരിക്കാം ഈ ഒരു ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഉദ്യോഗസ്ഥർ ഓട്ടിക്കേണ്ടി വരും. വേണ്ട, കൂലിക്ക് വരണതാണ് പറഞ്ഞ കേട്ടോ. RC ഓണർ തന്നെ വണ്ടി ഓട്ടിക്കണമെന്ന്. അത്യാവശ്യത്തിന് പോണ ആളുകളാണ്. അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. പോണവർക്ക് ഹെലികോപ്റ്ററിൽ കൂടെ പോവാം. ഓണർ ഒരു വണ്ടിയുടെ ഓണർ എത്ര വണ്ടിയുടെ ഓണർ കൈമാറി പോകും. അതിനെ പിടിക്കണം. ഈ ഒരു അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇത് ഫുൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് എഴുതി വെച്ചോളൂ. അപ്പോൾ അവിടെ എഴുതി വെച്ചോളൂ. നിങ്ങൾ എഴുതി വെച്ചിട്ട് പോയി ഒരാഴ്ച ഇത് കാണില്ല. കഴിഞ്ഞാൽ പിന്നെ അറിയാൻ കഴിഞ്ഞാൽ പറഞ്ഞ് അന്ന് ആയിരിക്കും മരിക്കും. അപ്പോൾ ഓടിക്കൂടി കേരളത്തിൽ എല്ലാ ചാനലും ഓടി വരും. കേരളത്തിൽ എല്ലാ ചാനലും വരും. പിന്നെ അവർ വീണ്ടും 2 ദിവസം ഭയങ്കരമായിട്ട് കഴിക്കും. അത് വീണ്ടും ആരും കിട്ടുന്ന ആരും വണ്ടിയുടെ അടിയിലാവും. വീണ്ടും ഇത് തന്നെ കണ്ടില്ലേ ഓരോ സംഭവങ്ങൾ. എറണാകുളത്ത് ഇന്ന് വണ്ടി ഇടിച്ച് ഒരു ലോറി കാർ അയ്യപ്പന്മാരെ വണ്ടികളെല്ലാം ഇടിച്ചില്ല. ഇത് എത്ര അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെ ഒരു വീട്ടിൽ 10 വണ്ടിയുണ്ട്. ഈ 10 വണ്ടി റോട്ടിൽ കിടക്കണം. അതിനുള്ള സൗകര്യമുണ്ടോ? റോഡിൽ കംപ്ലീറ്റ് പാർക്കിങ്ങാണ്. 2 സൈഡ് പാർക്കിങ്ങാണ്. മനസ്സിലായില്ല? ഒരു വീട്ടിൽ 10 പേര്. ആ 10 വണ്ടി റോഡിൽ ഇറങ്ങുകയാണ്. പ്രസവിച്ച് കിടക്കുന്ന കുട്ടിക്ക് വരെ വണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം അതായത് ഇതാണ് കേസുകൾ. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. അതിന് മാർഗ്ഗം റോഡ് കുണ്ടും കുഴിയും ഏതെങ്കിലും റോഡുണ്ടോ? ഒരു റോഡും ഇല്ല. പറയണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് പറയും. പിന്നെ ആരും അതിനെ പറ്റി താല്പര്യമില്ല. കാര്യം സഹിച്ചേ പറ്റുള്ളൂ. പാവങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. വലിയൊരു ആരും സഹിക്കില്ല. അവരെല്ലാം മറ്റു വേറെ ലെവലിലേ പോകുള്ളൂ. പാവപ്പെട്ടതാ ഇത് കെട്ടി കഴിഞ്ഞാൽ എന്തെനിക്കും ഒരു ഫലമുണ്ട്. ഇതെല്ലാം നോക്കണം. അല്ല ചുമ്മാ നിങ്ങളിങ്ങനെ കറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. RTO വണ്ടിയെ തോളി കയറിയിട്ട് ഒരു കാര്യമില്ല. ആദ്യം ജനങ്ങളെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിട്ട് വാഹനത്തിന് ശരിയാകണം. എവിടെ നിന്ന് കഴിക്കാൻ? RC ഓണർ ചിലപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് വേറെ കൂലിക്കാണ് കൊടുക്കണത്. അവിടെ RC ഓണർ വയസ്സായ ചിലപ്പോൾ പെൻഷനായിട്ടായിരിക്കും ഒരു ഓട്ടോറിക്ഷ എടുത്തിരുന്നത്. വല്ലവരും കൂലിക്ക് കൊടുത്തിട്ട് അങ്ങേക്കും വല്ലതും കിട്ടണമെന്ന് പറഞ്ഞു. എന്തായിട്ട് അങ്ങേരെ തന്നെ ഓട്ടിക്കെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം. അതുകൊണ്ടെങ്കിൽ RTO എന്ന് പറയുമ്പോൾ അവർ ക്ലിയർ ചെയ്യണം. ഈ RTO ഉദ്യോഗസ്ഥന്മാർ ക്ലിയർ ആവണം. അല്ലാതെ 2 ദിവസം 3 ദിവസം കയറിയിട്ട് ഞാൻ ചെക്കിങ് നടത്തേന് അവരാരാണ് ഇതാണ് പറയുന്നത്. ആദ്യം അവർ ക്ലിയർ ചെയ്യണം. അവർക്ക് എന്താണ് എൻ്റെ ഡ്യൂട്ടി? 24 മണിക്കൂർ അല്ലെങ്കിൽ ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടാ. ഈ റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കണം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർ രംഗിട്ടൊന്നുമില്ല. ട്രാഫിക് പോലീസ് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഈ ചൂടും കൊണ്ട് അവിടെ നിൽക്കുന്നു. അവിടെ തോളി കയറിയിട്ട് കാര്യമാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരാരും വേണം. ബുധനാഴ്ച ലീവാണ്. അത് അവിടെ ആളും പേരും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഹൈവേ പോയി ചെക്കിങ് ചെയ്യണം. അവിടെ പോയിട്ട് എന്തിനു ചെക്ക് ചെയ്യണം? ഈ തിരക്കിൻ്റെ ഒത്തിരി നേരം കൂടെ ചെക്ക് ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും. ഒരു ഉദ്യോഗസ്ഥന്മാരില്ല. പോലീസിൻ്റെ തോളി കയറും. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ അവർ ജോലി കൃത്യമായിട്ട് അവർ ചെയ്യുന്നു. ആദ്യം യാതൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം. അവർ ഗ്യാസ് റൂമിലാണ് ഇരിക്കുന്നത്. ഗ്യാസ് കാറിലാണ് പോണത്. ആരുകൊണ്ടാ? അപ്പോൾ ഒരു വണ്ടിയുടെ ഓണറാകുമ്പം എത്ര ബുക്ക് പേരുകൾ മാറിയിരുന്നത്? എത്ര പേര് മാറണമെന്നറിയാം. 1, 2, 3 എല്ലാവരുടെ പേരും മാറി. അവർ പറയണ എനിക്ക് മനസ്സിലായി. ഒരു വണ്ടിയുടെ ഓണറാണ്. അപ്പോൾ പേര് മാറ്റണോ? വണ്ടി ഓട്ടിക്കാൻ പറ്റില്ല. ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ക്ലിയർ ചെയ്തതിന് ശേഷം ജനങ്ങളെ നന്നാക്കണം. മനസ്സിലായില്ല? ആദ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ വാഹനങ്ങൾ ക്ലിയർ തന്നെയാണ് ആദ്യം നോക്കണം. എന്നിട്ട് ബാക്കിയുള്ള ജനങ്ങളെ തോളി കിടക്കണം. എല്ലാ ജനങ്ങളെ തോളി കയറിയിട്ട് ഓണർ ശരിയാണ് അത് ശരിയാണെന്ന് പറഞ്ഞാൽ വണ്ടികൾ ഇറങ്ങണണ്ട. ഇതിന് നിയന്ത്രിക്കാതെ ആളുണ്ടോ? ഇവിടെ ഒരാൾ ഒന്ന് മരിച്ചുപോയി. ഒരു അമ്മച്ചിയുടെ കൈ ഒടിഞ്ഞു പോയി. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടോ? ആരും വരില്ല. കാര്യം അവർക്ക് അറിയാം എങ്ങനെ നിൽക്കണോ എങ്ങനെ പോകണമെന്നെല്ലാം അവർ കൃത്യമായിട്ട് അറിയാം. കൈക്കൂലി വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ പൈസകൾ അവർ കിട്ടുന്നു.
അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആറിയ കഞ്ഞി പരം കഞ്ഞി കഴിഞ്ഞാൽ അതുപോലെ തന്നെ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. അതായത് ആർട്ടിഐക്ക് ഇപ്പോൾ പല കാര്യങ്ങളാണ്, പല ചിന്തകളാണ്. പല രാഷ്ട്രം സേവിക്കുന്ന ഒരാളാണെങ്കിൽ പല ചിന്തകളായിരിക്കും. അപ്പോൾ അയാൾ ഡ്രൈവിംഗ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഡ്രൈവറിന് വേറെ ഒരാളിനെ നിയമിക്കുക, വയ്ക്കുക, അയാൾ തൊഴിൽ ചെയ്യുക. അല്ല എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യവും ചെയ്തു. അത് ശരിയല്ല. അതായത് നിങ്ങൾ പറഞ്ഞത് ഒരു തൊഴിൽ ചെയ്യുന്ന ആൾ ആ തൊഴിൽ തന്നെ ചെയ്യണം, എന്നാലേ അതിന്. ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു നടപടി പരിപൂർണ പരാജയമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ജ പ്രകാശ്.